കൊച്ചിയിലെ പ്ലാറ്റിനോ ക്ലാസിക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വിതരണക്കാരിൽ നിന്ന് ഫോർട്ട് കൊച്ചി സ്വദേശി വെങ്കടേശ്വര പ്രഭു KL 43D 7272 എന്ന നമ്പറിലുള്ള BMW കാർ വാങ്ങിയത് 2012 ജൂൺ 26-നാണ്. 6 മാസത്തിനകം കാറ് 2 തവണ ബ്രേക്ക് ഡൗൺ ആയി. തുടർന്ന് BMW കമ്പനിയുടെ സൈറ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് 2012 അല്ല 2011-ലാണ് കാറ് നിർമ്മിച്ചതെന്ന് വ്യക്തമായത്. വെങ്കടേശ്വര പ്രഭുവിന് വിതരണക്കാർ നൽകിയ രേഖപ്രകാരമുള്ള RC ബുക്കിൽ കാർ നിർമ്മിച്ചത് 2012-ലാണെന്ന് വ്യക്തമാക്കിയിരുന്നു. തൃപ്പൂണിത്തുറ RTO ഓഫീസിൽ താൽക്കാലിക രജിസ്ട്രേഷൻ ലഭിക്കുന്നതിന് ഹാജരാക്കിയ സെയിൽസ് സർട്ടിഫിക്കറ്റിൽ ആകട്ടെ 2011-ആണ് കാർ നിർമ്മിച്ച വർഷമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സ്ഥിരം രജിസ്ട്രേഷന് മട്ടാഞ്ചേരി RTO ഓഫീസിൽ കമ്പനി സമർപ്പിച്ച രേഖയിൽ വർഷം 2012 മാർച്ച് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം വിഷയത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിൽ നിർമ്മിച്ച വർഷം വീണ്ടും 2011-ആയി. ഇൻഷുറൻസ് രേഖകളിലും വർഷം തിരുത്തിയതായി കാണാം. പഴയ മോഡലായിട്ടുള്ള വണ്ടി പുതിയതാണെന്ന് പറഞ്ഞിട്ട് തന്നെ ഇത് ചതിക്കുകയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. 35 ലക്ഷം രൂപയാണ് BMW കാറിന്റെ കുറഞ്ഞ വില. വെങ്കടേശ്വര പ്രഭു കാറ് വാങ്ങിയത് 43,38,429 രൂപയ്ക്കാണ്. 2011-ൽ നിർമ്മിച്ച കാർ 2012-ലെ മോഡലെന്ന് മാറ്റി വിൽപ്പന നടത്തുമ്പോൾ ഒരു കാർ വിറ്റാൽ മാത്രം ഏതാണ്ട് 10 ലക്ഷം രൂപയോളം ഡീലർക്ക് അധികമായി ലഭിക്കുമെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. വിവരാവകാശ നിയമപ്രകാരം RTO ഓഫീസിൽ നിന്ന് ലഭിച്ച രേഖകളും BMW കമ്പനി സൈറ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഒത്തുനോക്കിയപ്പോൾ ഏതാണ്ട് 50ഓളം കാറുകൾ എറണാകുളം മേഖലയിൽ മാത്രം ഇത്തരത്തിൽ വിറ്റഴിച്ചതായി കണ്ടെത്തി. നിർമ്മാണ വർഷത്തിൽ ചെറിയൊരു തിരുത്തുവരുത്തിയാൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച് ഡീലർമാരുടെ പോക്കറ്റിലാവുന്നത് ലക്ഷങ്ങളാണ്. ക്രമക്കേടുകൾ പരിശോധിച്ച് നടപടിയെടുക്കേണ്ട മോട്ടോർ വാഹന വകുപ്പാകട്ടെ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നാണ് ആക്ഷേപം. ക്യാമറമാൻ ഉമ്മർ അട്പാളിനൊപ്പം അനിൽ കാരാമൽ, മീഡിയ 1 കൊച്ചി.